ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. അങ്ങനെ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. യേശു അപ്പം കാത്തു പരിപാലിക്കട്ടെ. ലൂക്കോസ് 2:40 എപ്പോഴും പറയണം. ഞാൻ പൗലോസിനെ കണ്ട് എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനത്തിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ എൻ്റെ കൊച്ചിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോ കുഞ്ഞിങ്ങനെ അത് പറയുമ്പോഴേ ഇങ്ങനെ പിടിക്കും കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ട് ആമീൻ ഇങ്ങനെ ഏമീൻ. അപ്പോൾ അവനത് പറയും. അപ്പം പിന്നെ യേശുപ്പ ഹാലേലൂയ സ്തോത്രമൊക്കെ പറയിക്കും. അപ്പോൾ കുഞ്ഞിലേ അവരുടെ നാവിൽ ഇങ്ങനെ അതൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധി ജ്ഞാനവും ആ സൃഷ്ടാവ് ഇങ്ങനെ സന്തോഷമാവുമല്ലോ. അപ്പം നമ്മൾ കുഞ്ഞിലേ അതൊക്കെ നമ്മൾ എന്തെല്ലാം പഠിപ്പിക്കണം. പൗരോ കുഞ്ഞിന് ABCD മൊത്തം അറിയാം, 1 2 3 10 വരെ അറിയാം. 9 എന്ന് പറഞ്ഞിട്ട് 10 ഇച്ചിരി നേരം പറയാണ്ടിരിക്കുക. അതിട്ട് നമ്മുടെ കണ്ടിട്ട് നോക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ 10 എന്ന് പറയും. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിനേക്കാളും പ്രാധാന്യം യേശുപ്പനാണ് ഇതെല്ലാം തന്നെ. യേശുപ്പാന്ന് പഠിപ്പിക്കണം. നാവിൽ ആദ്യം യേശുപ്പ ഹാലേലിയൊക്കെ പറയും. അങ്ങനെയൊക്കെ പഠിപ്പിക്കണം. നമ്മൾ ഇങ്ങനെ പരസ്യമായിട്ട് എല്ലാവരും പിള്ളേരെ കൊണ്ട് യേശുപ്പനെയും ഹാലേലുയും പറയിക്കണം. അതാണ് ഏറ്റവും വലിയ ഗവം. ബാക്കി 1 2 3 ബുദ്ധി ഞാനൊക്കെ ആ ലോകത്ത് ഒത്തിരി പേർക്ക് കാണും. നമ്മുടെ മക്കൾ ക്രിസ്തു യേശുവിൽ ആശ്രയം വെച്ച് ആശ്രയം വയ്ക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ പറയുന്ന കൽപ്പനകളും വഴികളിലേക്ക് നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ അവനോട് നടക്കില്ല, ഒരു ദോഷം ഒരു കാലത്തും അവന് സംഭവിക്കില്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. അത് തന്നെ വിശ്വസിക്കുക, അത് തന്നെ നമുക്ക് ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യിരെമ്യാവ് 9:23-24 പറയാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവന് യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ദൈവത്തിനെ അറിയാൻ ശ്രമിക്കുന്നവനാണ് ഞാൻ എൻ്റെ ദൈവമായിട്ട് ഇത്ര കൂട്ടുകെട്ടാണ്, എൻ്റെ ദൈവത്തിന് എൻ്റെ യേശുപ്പനുമായിട്ട് എനിക്ക് ഇത്ര അടുപ്പാണ്, ഇത് പറയണതായിരിക്കണം എൻ്റെ ഏറ്റവും വലിയ ഗമ. എനിക്കതാട്ടപ്പം ഗമ. ഞാൻ യേശുവിൻ്റെ മകളാന്ന് പറയണതിൽ അപ്പുറം എന്നാ ഗമയുള്ള ലോക സൃഷ്ടിച്ച രാജാതിരാജൻ യേശുക്രിസ്തുവിൻ്റെ മകളായിട്ട് എന്നെ സ്വീകരിക്കുക. അതിലും വലിയ ഒരു ഗമ എനിക്ക് ഭൂമിയിൽ പറയാനില്ല. ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം നമ്മൾ ദൈവത്തിനത് വലിയ സന്തോഷമാണ്. ഞാൻ യേശുപ്പൻ്റെ പ്രിയപ്പെട്ട മോളാണ്, അതൊക്കെ കേൾക്കാൻ എന്ത് സന്തോഷം. നമ്മുടെ അപ്പനൊക്കെ അങ്ങനെ ആഗ്രഹമില്ലേ, നമ്മൾ പറയണ കേൾക്കാൻ. ഞാൻ എൻ്റെ അപ്പയുടെ പ്രിയപ്പെട്ട മോളാവും, അപ്പൻ എന്ത് സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ ബൈബിളിൽ യോഹന്നാൻ മാത്രം അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, വേറെ ഒന്നിലും എഴുതിയിട്ടില്ല, യോഹന്നാൻ തന്നെ എഴുതിയേക്കും. അത് ഞാനാ യോഹന്നാനാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് എല്ലാവരും ചോദിക്കേണ്ടത് ഈ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഇടാത്തതാണ്. ഞാനിപ്പോൾ ഫേഷ്യൽ ചെയ്തിട്ട് ഒരു മേക്കപ്പും ചെയ്യാണ്ട് ഓടി വന്ന് വീഡിയോ പിടിച്ചേക്കണേ കേട്ടോ. എനിക്ക് ഇന്നൊരു കെട്ടുപൊടിച്ച് കുറേ വീഡിയോ പിടിക്കേണ്ട വന്നു. മറ്റേ കടയുടെ ഓട്ടവും എല്ലാം കൂടെ കൂടി. അപ്പോൾ എല്ലാം പുതിയ കുറേ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് പർച്ചേസിങ് കഴിഞ്ഞ് കുറേ വീഡിയോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാത്തിലും പച്ചയായിരിക്കും കുറേ ദിവസത്തേക്ക്. അപ്പോൾ മുടി ഇപ്പം ഞാൻ ഇന്ന് മുടി കഴുകിയപ്പോൾ ഞാനിപ്പോൾ മൾട്ടിവിറ്റാമിൻ കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ പച്ചച്ചീര, മുട്ട ഇതൊക്കെ കഴിക്കാൻ ഓട്ടമൊക്കെ ബഹളത്തിൻ്റെ എനിക്കുണ്ട്. ഇന്ന് മുടി കഴിയുമ്പോൾ ഊരണം എൻ്റെ ദൈവമേ. അപ്പോൾ ഇന്ന് എന്നിട്ട് ഗുളിക കഴിക്കണം. ഇങ്ങനെ ഓരോ ഗുളികൾ മാറി മാറി കഴിക്കും. വിറ്റാമിനൊക്കെ കഴിച്ചില്ലെങ്കിൽ അടുത്ത കുഴപ്പമാണ് നമുക്ക്. പിന്നെ നമ്മൾ എപ്പോഴും ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യൽ എനിക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ചോദിച്ചു, മുഖമൊക്കെ കണ്ടമാനം ചീത്തയായി പോയെന്ന്. പിന്നെ നമ്മൾ ഇതുപോലെ ചൂടുള്ളപ്പോൾ എന്നെപ്പോലെ ഡ്രൈ സ്കിന്നുകാരെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യണം. കുരുവുള്ളവരൊന്നും അങ്ങനെ യൂസ് ചെയ്യണ്ട. അവർക്ക് വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. ഓരോ സ്കിന്നിനനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഹെയറിനായാലും ആഫ്റ്റർ കെയർ ഒന്നൊരു കൊച്ച് മുടി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലിടുന്നുണ്ട്. ആ മോള് ഹെയർ ലാക്സിങ് 4 മാസം മുമ്പ് ചെയ്ത് അതിൻ്റെ മുടി ഇങ്ങനെ ഈ ഉരുണ്ട് കിടത്തി ഇങ്ങനെ പഞ്ഞിക്കുടം പോലത്തെ ഈ സോഫ്റ്റ് അതിപ്പോൾ ചെയ്തപ്പോൾ ഭയങ്കര ഓളിയാകുന്നതിന് പിന്നെ ആഫ്റ്റർ കെയർ അവളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ മുടി തല നിറച്ച് മുടി ഉണ്ടായപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ അടുത്തത് ചെയ്യാൻ വന്നേക്കും. ഇത്ര ആയപ്പോഴത്തേനും ചെയ്യാൻ വന്നേക്കും. പെട്ടെന്ന് നീളുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഫ്റ്റർ കെയർ ഒക്കെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. നല്ല ബ്രാൻഡ് കമ്പനിയുടെ അല്ലേ. അല്ലെങ്കിൽ പണ്ടത്തെ എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് ചെമ്പരത്തിത്താളി നല്ലതാണ്. ചെമ്പരത്തിത്താളി എന്ന് പറഞ്ഞാൽ ഷാമ്പൂ നാച്ചുറൽ കണ്ടീഷണറോടെയാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷണർ മേടിക്കാൻ കാശില്ല, ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ മേടിച്ചിട്ടും കാര്യമില്ല. ഞാൻ പണ്ട് ഇങ്ങനെ മുടി വെട്ടാൻ നേരത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരോട് ചോദിക്കും, അവരുടെ ഈ ഫോറിനിൽ നിന്ന് വരുന്നവരുടെ നല്ല സിൽക്കി ഹെയറും ഇങ്ങനെ കിടക്കൂട്ടോ.
അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എൻ്റെ മുടിയൊക്കെ ചക്കിറ്റി പോലെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഷാമ്പൂ ഇട്ടിട്ട് കണ്ടീഷണർ ഇടും. കണ്ടീഷണറിൻ്റെ ആണ്. ഞാൻ അപ്പം തന്നെ കടയിട്ട് ഓടി കണ്ടീഷണറൊക്കെ മേടിച്ചു ഷാമ്പൂ ഇട്ടിട്ട്. എൻ്റെ പൊന്നെ ഷാമ്പൂ ഇട്ടപ്പോൾ തന്നെ ഇച്ചിരി ചകിരിയായി. ഒരു ടിൻ കണ്ടീഷണർ ഉണ്ടായിട്ട് എൻ്റെ തല ഒരു എഫക്റ്റും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഏത് കമ്പനിയുടെ ആണെന്ന് പോലും അറിയാം. ചുമ്മാ കടയിൽ ചെന്നിട്ട് കണ്ടീഷണർ ഒരു എഫക്റ്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഹെയറിൻ്റെ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷോസ്കോഫിൻ്റെ ഒക്കെ സ്പായും ഇങ്ങനെ കണ്ടീഷണറും ഷാമ്പൂ മോയ്സ്ചറൈസറിൻ്റെ ഷാമ്പൂ ഇതെല്ലാം അങ്ങ് ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ എപ്പോഴും മാസത്തിൽ കുറേ 1, 2, 4 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്പായൊക്കെ ചെയ്യും. നമുക്ക് പാർലറുള്ള കാരണമാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ സ്പായൊക്കെ ഒത്തിരി മുടിക്ക് നല്ലതാണ്. കാരണം എനിക്ക് കളറൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്കൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ എണ്ണ തേക്കണില്ലോ. അപ്പോൾ ഒരു സ്പായൊക്കെ എപ്പോഴും നമുക്ക് വേണം എണ്ണ തേക്കാത്തവർക്ക്. പിന്നെ മോയ്സ്ചറൈസറിൻ്റെ ഷാമ്പൂ ആണ് ഞാൻ ഷോസ്കോഫിൻ്റെ യൂസ് ചെയ്യണേ. അപ്പോൾ മുടി ഒത്തിരി സോഫ്റ്റ് ആയിട്ട് കിടക്കും. കണ്ടീഷണറും സിറവും ഇതൊക്കെ മുടിക്ക് വേണം. അതുകൂടാണ്ട് ഇതൊക്കെ പുറമെ സോഫ്റ്റ് ആക്കണം, നമ്മുടെ ഉള്ളിൽ സോഫ്റ്റ് ആക്കണം. നല്ല ജ്യൂസുകൾ ഞാനിപ്പോൾ ഒത്തിരി ദിവസമായി മടി എനിക്ക് ഒത്തിരി ഉണ്ട്. ABC ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ABC ജ്യൂസ് കുടിക്കണില്ല. അപ്പോൾ ABC ജ്യൂസ് കുടിക്കണം. അതുപോലെ ഇലക്കറിയില്ലേ പച്ചച്ചീരിയൊക്കെ ഒന്ന് മുട്ടയൊക്കെ ഇട്ട് ചിക്കി കഴിച്ച് പെട്ടെന്ന് മുടിയുടെ കൊഴിച്ചിൽ മാറി മുടി ഉണ്ടാകും. പച്ച കളറിൽ എന്ത് ഫുഡ് കഴിച്ചാലും മുടി ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നിപ്പോൾ എങ്ങനെ കരാട്ടിനും ചെയ്തിട്ടുണ്ട്, ഹെയർ ലാക്സിങ് ഉണ്ട്, പെപ്പർമെൻറ്റ് ബ്ലോ ഡ്രൈ ഉണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിടെ മുടിക്കനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടത്. വെർജിൻ ഹെയർ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളൊട്ടും തോന്നണില്ല, ഹെയർ ലാക്സിങ് ചെയ്താൽ മതി, ഇച്ചിരി ഉള്ളു തോന്നിക്കാൻ. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെട പിടിച്ച് ഇങ്ങനെ കളറൊക്കെ ചെയ്യണ മുടികൾക്ക് എപ്പോഴും കരാട്ടിന് എപ്പോഴും ബെറ്റർ. പിന്നെ ഭയങ്കര ചുരുണ്ട മുടിക്കാർ ഉറപ്പായിട്ടും കരാട്ടിൻ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ചുരുണ്ട തലേന്ന് കിളുത്തു വരുമ്പോൾ ഏത് ചെയ്താലും ഇങ്ങനെ തലേന്ന് കിളുത്തു വരുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നോർമലായിട്ടേ വരുള്ളൂ. അപ്പം മുടി ചെയ്ത് നീണ്ടിങ്ങനെയും കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേട് വരും. അപ്പോൾ നമ്മുടെ മുടിക്ക് അനുയോജ്യമായ ഓരോന്ന് എന്തായാലും നമ്മളെല്ലാം ബ്രാൻഡഡ് ചെയ്യുള്ളൂ. കരാട്ട് നമ്മൾ ചെയ്യുന്നത് പണ്ട് നാനോ പ്ലാസ്റ്റി ആയിരുന്നു. ഇപ്പോൾ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് ഏറ്റവും അപ്ഡേറ്റ്. നിങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിച്ചോ, ഏറ്റവും അപ്ഡേഷനിലുള്ളത് മാത്രം നമ്മുടെ പാർലറിൽ ചെയ്യുള്ളൂ. അതുപോലെ ഫേഷ്യലൊക്കെ ആയാലും പേള്, അരോമയുടെ പേള്, ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യണത്. പേള്, ഗോൾഡൻ, ഡയമണ്ട് അതിൻ്റെ ചെയ്യേണ്ടത്. പിന്നെ സെർനേറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനി ഇപ്പം നിലവിൽ. ഇനി അടുത്ത വേറെ കമ്പനി വന്ന് അതിൽ നല്ല റിസൾട്ടാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ സെർനേറ്റിൻ്റെ എനിക്ക് ഓടി ചെന്നിട്ട് സമയം കിട്ടിയില്ല. സെർനേറ്റിന് കുറേ സമയം വേണം, കുറേ സംഭവമുണ്ട്. സിറം കൊണ്ട് തന്നെ ഫേഷ്യലാണ്. അപ്പോൾ അതൊരു ഭയങ്കര റിസൾട്ടാണ്. ഇനി കടൽക്കാരത്തിന് മുമ്പ് സെർനേറ്റിൻ്റെ ചെയ്യണം. എൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണെങ്കിലും പിശിക്ക് എനിക്കുണ്ട്. ഇച്ചിരി വലിയ നല്ല ഇച്ചിരി വില കൂടിയതല്ലേ, അപ്പോൾ എന്നോർത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഫേഷ്യൽ പിന്നെ പെഡിക്യൂറൊക്കെ ചെയ്തപ്പോൾ ആ കൊച്ചു പറയതേ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറില്ലേ, കാലം ഒത്തിരി വൃത്തികേടായി പോകുന്നത്, ഒത്തിരി ഓട്ടമല്ലേ. അപ്പം നമ്മൾ പെഡിക്യൂർ ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് അതിമനോഹരമായിട്ട് നമ്മളെ സുന്ദരികളാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം തന്ന ശരീരമാണ്, ദൈവത്തിൻ്റെ ആത്മാവിനും വസിക്കാൻ തന്നിരിക്കണതാണ്. ഈ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ. അപ്പോൾ ഇത് നമ്മളെല്ലാം നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്നായിരിക്കണം. നാവ് കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ പറയാവുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനേ പറ്റുള്ളൂ. കണ്ണും എല്ലാ അവയവങ്ങളും മറ്റുള്ളവരിലേക്കൊന്നും പോകാണ്ട് എല്ലാം ദൈവത്തിൻ്റെ അവയവങ്ങളായി മാറട്ടെ. ലോകത്തിന് നമ്മളൊരു അനുഗ്രഹമായി മാറട്ടെ. അപ്പോൾ ഞാൻ അതിമനോഹരമായ വീഡിയോസ് കാണാം. ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നമ്മൾ തന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തായിരുന്ന മുടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മോക്ക് 4-5 മാസമായുള്ളൂ. ആശാത്തിക്ക് പെട്ടെന്ന് നീണ്ടു. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഹെയർ ലൈസ് ഇങ്ങനെ റീ അടിക്കാൻ വന്നതാണ്. അപ്പോൾ അതിമനോഹരമായി റീ അടിച്ച കാഴ്ച കാണാം കേട്ടോ. കൊച്ചിന് വലിയ സന്തോഷമാണ്. കൊച്ചിന് ഒത്തിരി ഉള്ളിൽ തോന്നിക്കില്ലായിരുന്നു. ഇപ്പം നല്ല തിക്കായിട്ട് കൊച്ചിന് തോന്നിക്കണ്ടെന്നാണ് പറയണേ. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം. അപ്പോൾ ആഫ്റ്റർ കെയറിനൊക്കെ ഒത്തിരി ഇങ്ങനെ മുടിയിൽ ഒത്തിരി അനുഗ്രഹം അതൊക്കെയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൊച്ചു തന്നെ അതിൻ്റെ ഉത്തരം പറയും ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ശരി എന്നാൽ. ലിൻഡമോളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് റീ അടിക്കാൻ വന്നതായിരുന്നു. ഹെയർ ലാക്സിങ് ചെയ്തേ, ബ്ലോ ഡ്രൈ അല്ല ഇപ്പം ഹെയർ ലാക്സിങ് അല്ല, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആട്ടോ ചെയ്തേ. ചെറിയൊരു ഇങ്ങനെ കേടുള്ള മുടിയെ പക്ഷെ ഉള്ളു തോന്നിക്കില്ലായിരുന്നു. ഇവിടെയൊക്കെ മുടി കുറവായിരുന്നു അല്ലേ മോളെ? ഇപ്പം നന്നായിട്ട് മുടിയൊക്കെ ആയല്ലേ? ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത മോള് വിറ്റാമിൻ ഗുളിക കഴിച്ചായിരുന്നോ? ഇല്ല.
അല്ലാണ്ട് തന്നെയായി. മോള് ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തു അല്ലേ? ആഫ്റ്റർ കെയർ യൂസ് ചെയ്തു. അത് മേടിക്കാൻ പത്തനംതിട്ട മക്കളുടെ വീട്, അതിപ്പോൾ മേടിക്കുകയും ചെയ്യണം. അപ്പോൾ റിവ്യൂ അടിച്ചേക്കാം എന്നുള്ളത് 4-5 മാസമായുള്ളൂ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്നും ഓട്ടയില്ല, നിറച്ച് മുടിയായി. കൊച്ചു വലിയ സന്തോഷവതിയാണ്. ഹാപ്പി അല്ലേ ഇത് യൂസ് ചെയ്തിട്ട്? എങ്ങനെയുണ്ട് ഇതൊക്കെ ആഫ്റ്റർ കെയർ ഒക്കെ? വോളിയം ഭയങ്കര കുറവായിരുന്നു, എല്ലാം ഗ്യാപ്പെല്ലാം ഫില്ലായി കണ്ടോ? അപ്പോൾ ഞാനിനി ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് ഭയങ്കര റിസൾട്ട് വരുന്നത്. കണ്ടോ? ഇപ്പോൾ വേണ്ട, ഇപ്പോൾ മുടിയില്ലാത്ത കൊച്ചെന്ന് പറയും. പക്ഷേ ഈ മുടി ഈ നൈസ് മുടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കാറ്റടിക്കുമ്പോൾ കെട്ടുപിടിക്കുമെന്ന് പറയില്ല, പൂപ്പന്താടി പറയുന്നത് അത്ര സോഫ്റ്റ് ആട്ടോ. ഇതിപ്പോൾ ചെയ്തിട്ടപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കാൻ തോന്നും. യേശുവിൻ്റെ കൃപയെ നല്ല ഓടിയല്ലേ നോക്കി, ദൈവകൃപയാണ്. കണ്ടോ? അതാണ് കൊച്ചു സന്തോഷപൂർവ്വം 4 മാസം കഴിഞ്ഞപ്പോഴത്തേനും റിയൽ കണ്ടോ. എന്നെ ആയാലും ഇതൊക്കെ സ്റ്റോക്ക് മേടിക്കണം. അപ്പോൾ അങ്ങനെ കൊച്ച് വന്നതാണ്. മോളിപ്പോൾ എന്താ പഠിക്കണേ? ഞാൻ ബി ആട്ടോ. ഞാൻ പറയൂലേ മോളെ ന്യൂജനല്ലേ, സുന്ദരിക്കുട്ടിയല്ലേ, ഒരു വീഡിയോയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു. എല്ലാവരും പുറകിൽ നിന്ന് മുഖമൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ പറഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പിടിച്ചതാണ്. എല്ലാവർക്കും കുടുംബിനെയൊക്കെ പേടിയാ മുഖം കാണിക്കാൻ. അപ്പോൾ പിന്നെ ന്യൂജന് അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. അത് നല്ല കാര്യമാട്ടോ. സമൂഹത്തിനെ പേടിക്കണം, മറ്റുള്ളവരെ പേടിക്കണം. അവരെന്ത് പറയും, ഞാനത് ചെയ്ത് കണ്ട് നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മറ്റുള്ളവരെന്ത് പറയണം, നമ്മൾ എന്തിനാ ചിന്തിക്കണേ? അവർക്കും ഇങ്ങനെ പേടിയില്ല. അത് തന്നെ ഒരു ഒത്തിരി നല്ല കാര്യം. അപ്പോൾ മുടി ഇങ്ങനെയുള്ളവരെല്ലാവരും ചെയ്യാൻ വന്നേരെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനും D3 കഴിച്ചായിരുന്നു. അപ്പം ഒന്നും എടുത്തില്ല. പക്ഷെ D3 ഒന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ഈ വെയിലൊന്നും അടിക്കണല്ലോ, ന്യൂജമ്പിലോ. അപ്പോൾ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പഠനം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ D3 ഒന്ന് ടെസ്റ്റ് ചെയ്യണം നല്ലതാണ്. അപ്പോൾ എല്ലാം ഫോളോ അപ്പ് ചെയ്താൽ ഇതുപോലെ നല്ല അനുഗ്രഹം കിട്ടും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പോരെ. ശരി ഒന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. നമുക്ക് ഈ മുടി ഹെയർ മേക്ക് ഓവറൊക്കെ കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ ഈ മുടി കണ്ടാലുണ്ടല്ലോ, ഈ മോളെ പുറകിൽ നോക്കിയാൽ എന്തെങ്കിലും ഭംഗിയുണ്ടോ? ഇത് കഴിയുമ്പോൾ പരസ്യത്തിന് വല്ലണ പോലെ ഇരിക്കും. ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് വെട്ടി മുടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിം ചെയ്യണം കേട്ടോ. ഡ്രിം ചെയ്യുമ്പോൾ നമുക്ക് എന്നാ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ മുടിയുടെ മേളും താഴെ ഒരേ ഉള്ളൊക്കെ തോന്നിക്കും. ഒട്ടും വെട്ടാണ്ടിരുന്ന അടി ഇങ്ങനെ പൊട്ടി 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 ഒരു ഭംഗിയില്ലാണ്ടാവും. എല്ലാവരും പറയും മുടി വെട്ടിയാൽ മുടി എൻ്റെ കൊച്ചിൻ്റെ വെട്ടി ഇങ്ങനെയായെന്ന്. മുടി വെട്ടുംതോറും വളരും. ഈ ആമ്പിള്ളേരുടെയൊക്കെ മുടി വെട്ടിയിട്ട് എപ്പോഴും പെട്ടെന്ന് വളരണ കണ്ടിട്ടില്ലേ? അപ്പോൾ മുടി വെട്ടിയെന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കണ്ട. മുടി വെട്ടുംതോറും വളരുള്ളൂ. നഖം വെട്ടിയാൽ വളരണയില്ലേ, പിന്നെ മുടി മാത്രം വെട്ടിയാൽ വളരാണ്ടിരിക്കുമോ? വളരാത്തത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാട്ടോ. അപ്പോൾ അതെല്ലാം ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ യേശുവിൻ്റെ കൃപയാൽ ഭാഗ്യം കിട്ടട്ടെ നമുക്ക്. അത് കാണാം. അപ്പോൾ ശരിയെന്ന്. ഇപ്പം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനെ വെല്ലണ പോലെ. കുറേയും കൂടെ നീളം കുറയ്ക്കണം. പക്ഷേ ആൾ സമ്മതിക്കണ്ടേ? ആൾക്കാർ മുടി ഇങ്ങനെ ഇച്ചിരോടെ അങ്ങ് അറ്റം വെട്ടിയാൽ എന്ത് ഭംഗിയിൽ നല്ല തിക്കായിട്ട് കിടക്കും. അതേ കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയായി. അപ്പോൾ നമ്മുടെ എല്ലാം നല്ല മനോഹരമായിട്ട് നമ്മൾ കൊണ്ടു കിടക്കണം. പല്ലാങ്കിൽ പല്ലൊക്കെ കെട്ടിക്കണം. മുടി പൊട്ടിയാൽ പല്ല് കെട്ടിക്കണ പോലെ തന്നെ ഒരു കവറിങ് കൊടുക്കണതാണ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇനിയൊക്കെ കാലത്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാണ്ട് ആരും നടക്കൂല. ഈ സിംഗപ്പൂരൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും, ഞാൻ ഓർത്തെ അവരുടെയൊക്കെ മുടി ഇങ്ങനെ ഓൾറെഡി അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. അവരെല്ലാം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കരാട്ടിൻ, ഹെയർ ലൈസിങ്, ഇതിങ്ങനെ അവിടെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയുമ്പോൾ അവിടെ എൻ്റെ അറിവ് എല്ലാവരും തന്നെ കരാട്ടിനിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ നമ്മളെക്കാളും മുമ്പൊക്കെ സ്മൂത്തനിങ്ങും ഹെയർ ഇതിലൊക്കെ പണ്ടേ ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ അവർ പുതിയ പ്രൊഡക്റ്റിലേക്ക് പെട്ടെന്ന് ചാടുമല്ലോ. നമ്മളിപ്പോൾ അധികം കരാട്ടിനാണ്. എന്നാലും ഹെയർ ലൈസിങ്ങും ഇതും എല്ലാം ചെയ്യേണ്ടത്. ഇത് ഹെയർ ലൈസിങ് ആട്ടോ. അപ്പോൾ അതിമനോഹരമായിട്ടില്ലേ നോക്കി. ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. ഈ മോക്കടെ മുടി ഇങ്ങനെ നല്ല ഇച്ചിരി ഡ്രൈയാ, നല്ല മുടിയാട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ മുടി ഒത്തിരി സോഫ്റ്റും ആകും, പരസ്യത്തിന് വരണ പോലെ ആവും. ഈ മുടി ഇപ്പം നോക്കുമ്പോൾ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഭംഗി. നമുക്ക് ആ കെയറിങ് നമുക്കിങ്ങനെ കൊണ്ടു കിടക്കാൻ ഭയങ്കര കംഫോർട്ടാവും. അതാണ് ഏറ്റവും വലിയ ഇത്. നമുക്ക് ആ മുടി ഇങ്ങനെ ചെട പിടിക്കില്ല, പിടിക്കണ്ട. ആ ഡ്രൈനെസ് മാറുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈവരൽ ആ മുടിയേക്കടെ ഓടിക്കാനൊക്കെ എന്ത് സുഖമാണെന്നറിയാമോ? അപ്പോൾ ആ മുടിയേലൊന്ന് പിടിച്ചാൽ ചെടയൊക്കെ ആകുമ്പോൾ മുടിയെ പണിയുക, മുടിയെ തൊടുക, ഇതൊക്കെ ഒരു സുഖമില്ല.
സോഫ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തലേന്ന് കൈയെടുക്കാൻ, നമ്മുടെ തന്നെ കൈയെടുക്കാൻ തോന്നൂല, എല്ലാവർക്കും പിടിച്ചു നോക്കാൻ തോന്നും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിനെ വെല്ലണ പോലെ ഈ മുടിയുടെ അവസ്ഥ ആകണത് കാണാനുള്ള ഭാഗ്യം കിട്ടട്ടെ. അതിമനോഹരമായ കാഴ്ച കാണാം. അപ്പോൾ പിന്നെ ആഫ്റ്റർ കെയർ ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഈ മോക്കടെ പരസ്യത്തിനെ വെല്ലണ പോലെ ആകുമെന്ന്. അതിമനോഹരമായില്ലേ, കണ്ടോ? അപ്പോൾ ഓൾറെഡി ആശാത്തിയുടെ ഇച്ചിരി സ്ട്രെയിറ്റ് ഹെയറാണ്. പക്ഷേ ഇപ്പോൾ എന്നെ ഗുണം എന്ന് വെച്ചാൽ ഒത്തിരി സോഫ്റ്റായി, ഡ്രൈനെസ് എല്ലാം മാറി. ഇനി ആഫ്റ്റർ കെയറൂടെ യൂസ് ചെയ്യുമ്പോൾ ഇരട്ടി, ഇപ്പോൾ ഉള്ള തിക്നെസ്സിൻ്റെ ഇരട്ടി തിക്നെസ് ആവും. അപ്പം പിന്നെ നമ്മളെപ്പോഴും വിറ്റാമിൻ ഏതെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. എനിക്ക് വിറ്റാമിൻ ഗുളിക കഴിക്കാണ്ടിരിക്കുമ്പോൾ മുടി ഊരുന്നുണ്ട്. അപ്പം നമ്മൾ വിറ്റാമിൻ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം മസ്റ്റായിട്ടും. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ആഫ്റ്റർ കെയറും പിന്നെ പച്ചക്കളറുള്ള ഫുഡ്, ഇലക്കറിയൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് മുടിയുടെ ഊരിലൊക്കെ മാറും. ഈ വേനക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ നമ്മൾ ഇലക്കറി കഴിക്കണത്. പച്ചക്കളറുള്ള പച്ചച്ചീരയില്ലേ, അത് കുറേ പാകം ഞങ്ങൾക്കൊക്കെ വീട്ടിൽ ഒത്തിരി ഉണ്ട്. തീറ്റ കുറവാണെന്നുള്ളൂ. നമുക്കില്ലാത്തപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ചുകൊണ്ട് ഒരത്തുവാർന്നേ. അപ്പോൾ വീട് നിറച്ച് പച്ചച്ചീരയായപ്പോൾ വേണ്ട. അപ്പോൾ എല്ലാം ആരോഗ്യം നോക്കുക. അത് ദൈവത്തിനോടുള്ള സ്നേഹമാകുന്നു. നമ്മളെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ കൊച്ച ഹെയർ മേക്കോറിന് വന്നതാണ്. മുടിയെന്ന് പറഞ്ഞാൽ ഇപ്പം കൈ തൂക്കിയിടാട്ടോ. എൻ്റെ ഇങ്ങനെ തൂക്കിയിടാം, അതുപോലെ ഫ്രസ് ചെയ്യട്ടെ. ഇതിനുള്ള വേദന എടുക്കും. കാര്യം സ്ട്രൈറ്റ് ഹെയർ ആണെന്നുണ്ട് കാര്യം ഇത് ഭയങ്കര തിക്കാവുന്ന. അപ്പം ഇതിങ്ങനെ പല കളറും അതും ഇതുമൊക്കെ എല്ലാ പൈപ്പിലും ഉണ്ട്. അപ്പം നിറച്ച് ഇതിങ്ങനെ പൊട്ടിയിരിക്കുന്നതായിട്ട് ഈ മുടിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ, നീളെ ഇത്രയേ ഉള്ളൂ. അപ്പടി പൊട്ടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളൊക്കെ പോയത് പൊട്ടി. പിന്നെ ഇങ്ങനെ ഡ്രൈനെസ് പുറത്ത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ. നമ്മുടെ ഉള്ളും ഭയങ്കര ഡ്രൈ ആണ്. ഡ്രൈനെസ്സേ ഉള്ളൂ കേട്ടോ. ഒത്തിരി വെള്ളം കുടിക്കണം. പിന്നെ എന്താണ് ഉള്ളിൽ ഡ്രൈനെസ് മാറാൻ ജ്യൂസുകൾ. നമ്മുടെ ഹെൽത്ത് ഒത്തിരി ശ്രദ്ധിക്കണം. ഹെൽത്ത് ഒത്തിരി വലുതാട്ടോ. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് കാശുണ്ടാക്കാം, എന്തൊക്കെ കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഹെൽത്തിൻ്റെ വില എൻ്റെ ദൈവമേ, നമുക്കത് എന്തെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ അവരുടെ വിഷമം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നന്ദി ആരോഗ്യമൊത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ചരിത്ര സംഭവമായിട്ട് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തു. ഞാൻ നന്നാകാൻ തീരുമാനിച്ചു. ഞാൻ എക്സസൈസ് ചെയ്യും. 5:30 എഴുന്നേറ്റു, 6:30 വരെ എക്സസൈസ് ചെയ്തിട്ട് 8 മണി വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആത്മീയമായിട്ടും നമുക്കൊരു അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്ന് ശക്തി പ്രാപിക്കണം. എക്സസൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർത്തോ, അങ്ങനെയൊക്കെ നമുക്ക് നന്നാകണ്ടേ. ആരോഗ്യം, ABC ജ്യൂസ് കുടിക്കണം. എല്ലാം നമ്മളെല്ലാം മൊത്തം ഒന്ന് മാറാം നമുക്ക്. അപ്പം ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്ക് ഒട്ടും പ്രായമില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഒന്നിലായിട്ടുള്ളൂ. പക്ഷെ ഫുൾ വൈറ്റ് ഹെയറാണ്. ആശാത്തിയുടെ വലിയ IT സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കൂടുതൽ പ്രസക്തി കൊടുക്കും. നമ്മൾ കോമൺ സെൻസിൽ പോലും ചിന്തിക്കില്ല. ഈ പറഞ്ഞ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചോന്നത്. എനിക്ക് പണ്ട് വൈറ്റ് ഹെയർ വരുമ്പോൾ പറക്കിലാവുന്ന തോന്നില്ല. ഈ മോക്ക് D3 കുറവാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കും. ഒരു D3 കുറവാക്കി എനിക്ക് ഡോക്ടറിന് കൊടുക്കുന്ന ഫീസ് കൊണ്ട് വരാൻ പറയാൻ പോവാം. അപ്പോൾ അച്ഛന് വൈറ്റ് ഹെയർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാരമ്പര്യം പലതും ഉണ്ടെന്നേ. അതിന് റെമഡി അന്ന് നമുക്ക് ഇല്ലായിരുന്നെന്ന് നമുക്കറിയാമായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴാണ് കൊറോണക്കാലം വന്നിട്ട് ഈ D3 വാട്സപ്പിൽ നോക്കിയപ്പോൾ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് അത് കുറവാന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വലിയ പ്രശ്നമാണെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ അന്നപ്പോഴത്തേനും എൻ്റെ വായിലെ പല്ല് പോയി എന്ന് പറഞ്ഞാൽ അപ്പടി പല്ലിന് കംപ്ലൈൻ്റ് ആയി. മുടി, എൻ്റെ വൈറ്റ് ഹെയർ, മുടി ഡ്രൈനെസ്, പൊട്ടൽ. എൻ്റെ മുടി കരാട്ടും ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ മുടിയെ ഷാമ്പൂ ഇട്ട് കഴിയുമ്പോൾ ഫ്രസി ഈ മുടി എന്ത് ഡ്രൈ ആയിരുന്നു. ഇതൊരു ഫ്രസി എന്ത് സോഫ്റ്റാന്ന് പറയുന്നത്. ഇങ്ങനെ കൈ ഒഴുകും. കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ ബയോടാനിസ് ആണ് ചെയ്തിരിക്കണേ. ഇതൊരു സൂപ്പറായിട്ട് എന്ത് സുഖം. നമുക്ക് കൈ എടുക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ടായി. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ടാണ്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു വളവും തിരിവും ഒക്കെ വരും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കൂല. പക്ഷേ നമുക്കൊരു 6-7 മാസം കഴിയുമ്പോൾ ചിലർക്ക് മാത്രം 7 മാസമൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അകത്ത് വന്നത് ചെറിയൊരു വളമൊക്കെ പോലെ വരുമെങ്കിലും നമുക്കിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ചെയ്തത് ഇഷ്ടപ്പെട്ടോ? ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കാരണം എന്നാ വെച്ചാൽ നമുക്ക് ആ മുടി കറക്റ്റ് കംഫോർട്ടായി കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനും കഴിച്ച് 6-7 മാസം കഴിയുമ്പോഴത്തെ പണ്ട് ഭയങ്കര തിക്ക് ഹെയർ. ഈ ഹെയർ കണ്ടറിയാം ഭയങ്കര തിക്ക് ഹെയറാണ്.
അപ്പം അതാണെന്നാ പറഞ്ഞത്. നീണ്ടാൽ അടിയിട്ട് പൊട്ടി പൊട്ടി പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ നല്ല തിക്നെസ്സാണ്, ഇങ്ങോട്ട് അത്രയില്ല. അടിയിട്ട് കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഗ്യാപ്പ് കാണുമ്പോൾ അറിയാം. ഇതിനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഓണം വരുമ്പോൾ വെട്ടണം എന്ന് നോക്കുന്നത് ഞാൻ. ഇച്ചിരി ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത് വെട്ടിയിട്ടാണ് വന്നത്. ഇച്ചിരി ഒന്ന് ഇങ്ങനെയൊക്കെ വെട്ടാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഒരു യു ഷേപ്പിലൊക്കെ ഇച്ചിരി ഇപ്പോൾ നമ്മൾ ചിലർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെച്ചാൽ നിങ്ങളൊക്കെ കാണുന്ന ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് രണ്ട് സമാധാനമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ വെട്ടി നീളം കുറഞ്ഞെന്ന് പറയും. ഇച്ചിരി നിങ്ങളൊക്കെ കാണട്ടെ. അപ്പോൾ ഇതുപോലെ മുടിയുള്ളവർ ഇതിപ്പോൾ ഈ കളറൊക്കെ കളർ ചെയ്തു. അപ്പോൾ കളർ ചെയ്തിട്ട് പിന്നെയും വൈറ്റ് കളർ വന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ മൈലാഞ്ചിയിലേക്ക് പോയി. മൈലാഞ്ചി അതിലേക്ക് ഏതാണ്ടൊക്കെ ചേർത്ത് അപ്പോൾ ഒരു ചുവപ്പ് കളറായി. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറ് നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ ഇടയ്ക്ക് നമുക്ക് തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ സ്പാ ഒക്കെ ചെയ്ത് കൊടുക്കണമേ. എണ്ണ തേക്കണില്ലോ. അപ്പോൾ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് സ്പാ എന്ന് പറഞ്ഞാൽ മുടിക്കും തലയ്ക്കൊക്കെ നറിഷിങ് ക്രീമാണ്, പ്രോട്ടീനാണ്. അപ്പം ഇങ്ങനെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളറ് ചെയ്യാണ്ട് പറ്റില്ല. ഞാനൊക്കെ എത്ര നാളായി ബ്ലാക്ക് കളറ്. പക്ഷേ ഷോസ്കോപ്പോ ലോറിയലോ ബെല്ല കുറേ ബ്രാൻഡ് കമ്പനിയില്ല. ഇന്ത്യയിൽ കളറുകളൊക്കെ ആണ്. നല്ല തീരെ ഡൂപ്ലിക് കമ്പനിയുടെ ഒന്നും കളർ ചെയ്യരുത്. ചില ഷാമ്പൂ ഇട്ടാൽ അപ്പടിയും ഇതാകുന്നു. അതൊക്കെ മുട്ടൻ കെമിക്കലാട്ടോ. വൈറ്റ് കെയർ അല്ലാത്തതിനും എല്ലാം കൂടെ കൂടി വരും, ഭയങ്കര കെമിക്കലാണ്. അപ്പോൾ അങ്ങനെയല്ല, വൈറ്റ് കെയർ ഉള്ളിടത്ത് സ്റ്റാർട്ടിങ് മഞ്ഞയെടുത്ത് മാത്രം കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം ധൈര്യസമേതം ഇങ്ങനെ പോലെ ഈശ്വരൻ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാൽ ഈ മുടി ഭയങ്കര ചുരുണ്ടതാണ്. അത് കാരണം അന്ന് കരാട്ടിന ചെയ്ത് നാനോപ്ലാസ്റ്റിയ ചെയ്ത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചുരുണ്ട മുടി തലേന്ന് കിളുത്തു വന്നത് ചുരുളും. അപ്പോൾ എല്ലാം കഴുകുമ്പോൾ ഒരു ഇങ്ങനെ ഓക്കെ ആവും, അല്ല ഒരുപോലെ ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് 5 മാസമായിട്ട് നാനോപ്ലാസ്റ്റി ചെയ്ത് അടി വലിയ കുഴപ്പമില്ല. കാലം നിറച്ച് മുടി വന്നു. അന്ന് മുടിയേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചുരുണ്ട മുടി ആയത് കാരണമാണ് നാനോപ്ലാസ്റ്റി ചെയ്യാൻ കാരണം തലേ അപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്താലോ നോക്ക്. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി ഇതുപോലെയൊക്കെ കിടക്കണം കണ്ടത്. സാധാരണ നാനോപ്ലാസ്റ്റി ചെയ്ത് കുറച്ച് കഴിക്കുമ്പോൾ അടി ഇങ്ങനെ കേളൊക്കെ വന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട്. പക്ഷേ ഈ കൊച്ചിന് ഹെയർ ലാക്സിങ് ഇതോടെ മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിനൊട്ടും മുടി ഉള്ളില്ലല്ലോ. അപ്പോൾ ഹെയർ ലാക്സിങ് വെച്ചാൽ വോളിയം തോന്നിക്കുമല്ലോ. അപ്പോൾ അതിനങ്ങനെ വോളിയം തോന്നിക്കാൻ രീതി മതി. ഇതിങ്ങനെ തലേന്ന് ഇപ്പോൾ ചുരുട്ടും വന്നൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും വരാറില്ലായിരുന്നു. എന്നാന്ന് പറഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എല്ലാം അത് കറക്റ്റായിട്ട് നോക്കണ ആളാട്ടോ. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ. അത് കാരണം ഇതേ ഗുണം കിട്ടി. ഈ തല നിറച്ച് യേശുവിൻ്റെ കൃപയാൽ ഇതിന് മുടിയുണ്ടായി. ഇതേ കണ്ടോ, തിക്കായിട്ട് മുടിയുണ്ടായി. ഈ മുടി ഇങ്ങനെ താഴെ വരെ എത്തിയാൽ പനക്കൊലയായി. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്കോവർ കഴിഞ്ഞ തവണ കരാട്ടിനായിരുന്നു ചെയ്തത്. ഇത്തവണ അതിന് എനിക്കോട് തന്നെ ഓയിൽ ഫോം ചെയ്യണ മുടിയാണോ എന്നൊരു സംശയം ഒട്ടിക്കിടക്കുമായിരുന്നു. ഈ തവണ ഹെയർ ലാക്സിങ് ചെയ്ത് തലേന്ന് കഴിഞ്ഞോണ്ട ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പണ്ട് വന്നപ്പോൾ ഉണ്ട മുടിയാണെങ്കിൽ ഇത്രയുടെ തലേന്ന് 5 മാസം കൊണ്ട് കിടക്ക് വന്ന സംഭവമാണിത്. D3 കണ്ടമാനം കുറവാന്ന് തോന്നുന്നു, കുഞ്ഞു കൊച്ചുകൊണ്ട്. അപ്പോൾ ഈ മൾട്ടി വിറ്റാമിൻ ഒന്നും കഴിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞ പിന്നെ വീഡിയോ കണ്ടു തുടങ്ങിയ പിന്നെ വിറ്റാമിനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ വിറ്റാമിൻ കമ്പനിക്കാർക്ക് നല്ല സുഖം. നമ്മളിങ്ങനെ വിറ്റാമിൻ പറഞ്ഞ് ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. മൾട്ടി വിറ്റാമിൻ കഴിക്കാണ്ട് മുടിയൂറിലോ ഹെൽത്തിനൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തും വല്യാമ്മമാർക്ക് 4, 3, 7 മുടിയായിട്ടിരുന്ന മിക്ക വല്യാമ്മമാരും. പണ്ടെനിക്ക് പനങ്കൊല ഉണ്ടായിരുന്നു, ഇപ്പം മുടിയല്ല. ഒരു വിറ്റാമിൻ ഗുളിക എന്ന് കഴിക്കാനുള്ള ഇപ്പം നമുക്ക് പല പല കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനൊക്കെ അവസരമായില്ലേ. അപ്പം നമ്മൾ ലാബുകളായി. പണ്ട് ലാബ് വല്ലതും ഉണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ കണ്ണും ഇങ്ങനെ നോക്കി നാക്കൊക്കെ നീട്ടിയുള്ള ലാബ്, ഡോക്ടർ തന്നെയായിരുന്നു ലാബ്. അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക. ആരോഗ്യമാണ് നിങ്ങളുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്. അപ്പം മുടി പനങ്കൊല പോലെയാണ്. പിന്നെ ആഫ്റ്റർ കെയർ ഇപ്പോൾ ഒരാളൊരു പയ്യെ പറയുക ആഫ്റ്റർ കെയർ യൂസ് ചെയ്തതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പം ഒരു ഇടിയുടെ കൊടുക്കണം. ആദ്യം എല്ലാം കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ആരും മുടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുടി ചെയ്യാൻ വന്നാൽ എനിക്ക് കാഴ്ച കിട്ടും. പക്ഷെ അതല്ല, എനിക്ക് അത് കഴിഞ്ഞത്തെ റിസൾട്ട് എല്ലാവരും പറയും എൻ്റെ മുടി പോലെ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മുട്ട തിന്നു. പിന്നെ ഈ മുടി ഇങ്ങനെ വടി പോലെ കിടക്കുന്നത് ഹെയർ ലാക്സിങ്ങിൻ്റെയാണ്, അല്ല ഹെയർ ലാക്സിങ് ചെയ്ത മുടിയാണ്. എൻ്റെ ഇവിടെയൊക്കെ കരാട്ടി. അപ്പോൾ ഇവിടെ വളവ് വരില്ല, എന്നെ ഇത് വെട്ടിപ്പോണവരെ ഇങ്ങനെ കിടക്കും. അപ്പം കരാട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കരാട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വളവൊക്കെ ഒരു വഴി സോഫ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും
പറയും കരാട്ടം ചെയ്യണേന് മുമ്പ് പറയും ഹെയർ റിലാക്സിങ് ചെയ്യണമെങ്കിൽ പറയും എനിക്ക് വടി പോലെ കിടക്കുന്നിട്ട് ചെറിയ വളവൊക്കെ വേണ്ടോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കരാട്ടിനെ ചെയ്യുന്നതെന്ന് വെച്ചു ചെറിയൊരു വളവ് വരും പറയും ചേച്ചി എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടെല്ലാം വളഞ്ഞു പോയിന്ന്. അപ്പോൾ വളവെല്ലാവർക്കും വേണം, കാരണം കരാട്ടിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും ചെറിയ ചെറിയ വളവുകൾ വരും. നോ കെമിക്കലാണ്, ബോഡിനെ തകർക്കണില്ല, അതിനങ്ങനെ വരും. പക്ഷേ ഹെയർ റിലാക്സിങ് ഇത് ഇപ്പോൾ ഇനി വെട്ടി പോണവരെ ഇത് ചെയ്ത മുടി ഇങ്ങനെ കിടക്കും. ഇവിടെ വരെ ഈ കൊച്ചിപ്പോൾ നല്ല തിക്നെസ്സായി. ഈ അതിങ്ങനെ നീണ്ടു വരുമ്പോൾ പയ്യെ അറ്റം വെട്ടി കൊടുത്താൽ മതി. മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മുടിയായിക്കൊള്ളുണ്ട്. മുടി കുറേ പൊട്ടലുണ്ട്, അതാണ് പ്രശ്നം. അതാ കൊച്ചിന് വിറ്റാമിൻ ഗുളികയൊക്കെ എടുത്തപ്പോൾ ഒത്തിരി നര കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് ഹെയർ ഒക്കെ നന്നായിട്ട് വന്നു, ഡീറ്റിലേക്ക് ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ ആ റിസൾട്ടുകൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊന്നും നിരാശപ്പെടേണ്ട. എല്ലാത്തിനും ഈശ്വരൻ നമുക്ക് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ഓർക്കണം. മരുന്ന് കണ്ടുപിടിക്കുന്നത്, ഈ മുടിയുടെ ഇതൊക്കെ നിവർത്താൻ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാ. ദൈവം അവർക്ക് ആ ബുദ്ധി കൊടുത്തേക്കണേ. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. നമുക്ക് ആ റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ടേക്ക് പോരെ.